പെട്ടെന്ന് അയാളിലുണ്ടായ ഭാവമാറ്റം അതെന്തിനായിരുന്നുവെന്ന് ഞാൻ ദീർഘമായി ചിന്തിച്ചുവെങ്കിലും കാരണം അറിയാൻ എനിക്കായില്ല. പിന്നീടുള്ള ദിവസങ്ങൾ ജോലി തേടി ഞാൻ അലയുകയായിരുന്നു. ഡിഗ്രി യോഗ്യതയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഹോട്ടൽ എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞുകൊണ്ട് ഓഫീസുകൾ തോറും ഞാൻ കയറിയിറങ്ങി. മാസങ്ങൾ കടന്നുപോയി. ഒന്ന് രണ്ട് തവണ വേണു സാർ നിർബന്ധപൂർവം എന്നെ തിരികെ വിളിച്ചെങ്കിലും അവസാനം തിരികെ ചെല്ലാൻ അയാൾ അപേക്ഷിക്കും പോലെ തോന്നി. നിരസിക്കുമ്പോഴും എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ അയാൾ സംസാരിക്കുന്നത് എന്ന സംശയം എന്നിൽ മുറുകി വന്നു. തൊട്ടടുത്തൊരു തുണിക്കടയിൽ തൽക്കാലത്തേക്ക് സെയിൽസ് ഗേളായി ഞാൻ പോയി തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ചില ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യും. പക്ഷെ അവയെല്ലാം പരാജയത്തിലേക്ക് കൂപ്പുകുത്തി. ഒരിക്കൽ കുന്നുകൂട്ടിയിട്ട തുണിത്തരങ്ങൾ മടക്കി വെക്കുന്ന തിരക്കില് എനിക്ക് സമീപത്തൂടി നടന്നകുന്ന ആളിലേക്ക് അത്ഭുതത്തോടെ ഞാൻ നോക്കി നിന്നുപോയി. തിരിഞ്ഞു നിന്ന് ഒരു നിമിഷം എന്നെ നോക്കി നിൽക്കുന്ന രാജീവ് സാറിലേക്ക് എൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നു. ആ കണ്ണുകൾ എന്നോട് എന്തോ പറയുന്നത് പോലെ. പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും കൈയെടുത്ത് മുടി ഒതുക്കി വെക്കുകയും തൊട്ടടുത്ത് നിൽക്കുന്ന സൂപ്പർവൈസറോട് എന്തോ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നതും ഞാൻ അറിഞ്ഞു. ചില ദിവസങ്ങൾ കടന്നു പോകെ ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ നിന്നും റിസപ്ഷനിസ്റ്റായി നിയമിച്ചുകൊണ്ടുള്ള ഓഫർ ലെറ്റർ എന്നെ തേടി വന്നതും സന്തോഷത്താൽ എൻ്റെ ഹൃദയം ആർത്തിരമ്പി. അമ്മയെ ഇറുക്കി കെട്ടിപ്പുണർന്ന് സന്തോഷം പങ്കുവച്ചപ്പോൾ കാര്യമറിയാതെ എൻ്റെ അനുജത്തി മിഴിച്ചു നിൽക്കുന്നത് കാണിക്കെ അവൾക്ക് നേരെ ലെറ്റർ നീട്ടിപ്പിടിച്ചു. എൻ്റെ ചുന്ദരി ചേച്ചിയെ ആരാ ജോലിക്കെടുക്കാത്തത്? കൊഞ്ചലോടെ അവൾ എൻ്റെ കവളിൽ നുള്ളി. ദിവസങ്ങൾ പിടിതരാതെ ഓടിമറിഞ്ഞപ്പോൾ പുതിയ ജോലിയും ജീവിതവുമൊക്കെ എന്നിൽ സന്തോഷം പകർന്നു. ഒരു ദിവസം ക്ഷേത്രത്തിൽ തൊഴുത് ആൽത്തറയിലേക്ക് നീളുന്ന പടവുകൾ ഇറങ്ങവേ എനിക്ക് അരികിലേക്ക് വില കൂടിയ ഒരു കാർ വന്നു നിന്നതും പിന്നിലേക്ക് ഞാൻ മാറി. കസവ് സാരി ഉടുത്ത് പ്രായമേറിയ ഒരമ്മ ചെറിയ ചിരിയോടെ ഡോർ തുറന്ന് എനിക്കരികിലേക്ക് വന്നതും വിടർന്ന കണ്ണുകളോടെ അവരെ ഞാൻ നോക്കി നിന്നു. നെറ്റി ചാർത്തിയ ഭസ്മവും ചുണ്ടിൽ വിടർന്ന വാത്സല്യവുമേറിയ ചിരി. മോൾക്കെന്നെ അറിയാൻ വഴിയില്ല, പക്ഷെ മോളെ അമ്മയ്ക്ക് അറിയാട്ടോ. വീണ്ടും മനസ്സിലാവാതെ ഞാൻ നിശബ്ദയായി ചിരിയോടെ നിന്നു. ആളെ പറഞ്ഞാൽ അമ്മയുടെ നീരസൊന്നും വെക്കരുത്. ഞാൻ രാജീവന്റെ അമ്മയാ. എന്റെ കൈകൾ കവർന്ന് എന്നോടത് പറഞ്ഞതും ഒരു നിമിഷം എന്റെ ചുണ്ടിലെ ചിരിമാഞ്ഞപ്പോൾ ആ മുഖവും മങ്ങുന്നത് ഞാൻ അറിഞ്ഞു. അവൻ മോളോട് ചെയ്തതും പറഞ്ഞതും ഒക്കെ അമ്മ അറിയാൻ അല്പം വൈകിപ്പോയി. എന്റെ മോനു വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുവാട്ടോ. അയ്യോ അമ്മേ, അങ്ങനൊന്നും പറയല്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഞാനതെല്ലാം അന്നേ മറന്നു. അന്ന് ജോലി ഉപേക്ഷിച്ചെങ്കിലും ഇപ്പൊ അതിലും സന്തോഷമാണ്. എല്ലാം ഒരു നിമിത്തം മാത്രമാ. എന്തോ ആ അമ്മയുടെ രണ്ട് കൈകളും ഞാൻ ചേർത്ത് പിടിച്ചുപോയി. മകന്റെ തെറ്റിന് ക്ഷമ ചോദിക്കുന്ന അമ്മ മനസ്സിനോട് ബഹുമാനം തോന്നി എനിക്ക്. ചിരിയോടെ എന്റെ കവളെ തഴുകി ഇനിയും നമ്മൾ കാണുമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ അമ്മയെ ചിരിയോടെ ഞാനും നോക്കി നിന്നു പോയി. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള ഒതുക്കുകല്ലുകൾ ചവിട്ടുമ്പോൾ മുറ്റത്തു നിന്നും ഇടവഴിയിലേക്ക് വന്ന കാറ് എനിക്ക് മുന്നിലേക്ക് നിർത്തി. ഒരു വേള ഭയത്തോടെ പിന്നിലേക്ക് ആഞ്ഞു വീഴും മുന്നേ തൊട്ടടുത്തുള്ള മതിലിൽ കൈകുത്തി നിന്ന് ഞാന് ഡ്രൈവർ സീറ്റിനടുത്തേക്ക് പാഞ്ഞു തന്നു. ഡോറ് വലിച്ചു തുറന്നതും ആളെ കണ്ട് ഞാൻ ഞെട്ടലോടെ പിന്നിലേക്ക് മാറി. ഗൗരവത്തോടെ അയാൾ പുറത്തേക്കിറങ്ങിയതും എന്നിലേക്ക് തന്നെ ആ കണ്ണുകൾ തറഞ്ഞു നിൽക്കുന്നത് ഞാൻ അറിഞ്ഞു. തനിക്കെന്താ എന്റെ വീട്ടിക്കാര്യം? ഒരു നിമിഷം ശ്വാസം വലിച്ചെടുത്ത് വീറോടെ അയാൾക്ക് നേരെ ഞാൻ ശബ്ദമുയർത്തി. ആഹാ, നിന്റെ ഈ വീറും വാശിയും അതാണ് എനിക്കിഷ്ടായത്. വഷളമായ ചിരിയോടെ കണ്ണിറുക്കി അയാളത് പറഞ്ഞതും തികഞ്ഞ അവജ്ഞയോടെ ഞാൻ മുഖം തിരിച്ചു. നോക്കട്ടെ നിന്റെ കൈ മുറിഞ്ഞോന്ന്. മതിലിൽ ഉരിഞ്ഞു തൊലിപോയ കൈത്തണ്ടയിൽ അയാൾ കടന്നു പിടിച്ചപ്പോൾ അറപ്പോടെ ആ കൈകൾ കുടഞ്ഞെറിഞ്ഞു. തൊട്ടുപോകരുത്. എന്നെ തൊടാൻ തനിക്കെന്താ അധികാരം? അടുത്ത നിമിഷം എന്റെ കൈകൾ ബലമായി പിടിച്ചുവെച്ച് ആ മുറിവിലേക്ക് മെല്ലെ ഊതിയപ്പോൾ ഞാൻ നിശ്ചലയായി നിന്നുപോയി. ദേ, ഇത്രയേ ഉള്ളൂ നീ. അതുകൊണ്ട് അധികം തിളയ്ക്കാതെ വീട്ടിൽ കയറി പൊടി. ഒരു കടം ബാക്കിയുണ്ട്. നീ എന്ന് കവളി തന്നത് എല്ലാത്തിനും കൂടി ഈ രാജീവനൊരു കണക്ക് വയ്ക്കും. എത്ര കൂട്ടിക്കുറച്ചാലും ആകെ തുക കിട്ടാത്ത ഒരു കണക്ക്. കാത്തിരുന്നോ നീ? ദേഷ്യത്താൽ ചുവന്ന മുഖവുമായി കാറിലേക്ക് കയറി ഡോറ് വലിച്ചടച്ചതും മുഴങ്ങുന്ന ഒച്ചയിൽ ഞാൻ കണ്ണുകൾ മുറുക്കിയടച്ചു. പതിവില്ലാതെ ഉമ്മറത്ത് വെളിവോടെ ഇരിക്കുന്ന അച്ഛൻ അന്നെനിക്ക് പതിവില്ലാത്ത കാഴ്ചയായിരുന്നു. പക്ഷേ പിന്നീട് അമ്മയിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ തീർത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു.
രാജീവിന്റെ ഭാര്യാ പദവി. ഹൃദയം അരുതാത്തതെന്തോ കേട്ട പോലെ വേഗത്തിൽ മിടിച്ചു. പ്രതികാരത്തിനായി അയാൾ എന്റെ ജീവിതം പകരം ചോദിച്ചിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ശരീരം തളർന്നു വീഴുമെന്ന് ഞാൻ ഭയന്നു പോയി. അയാളുടെ അമ്മയും സഹോദരിയും വന്നിരുന്നുവെന്നും അവർ മറ്റൊരു കാറിൽ വന്നതിനാൽ ആദ്യമേ തിരികെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഒന്നും തിരിച്ചറിയാനാവാതെ ഞാനിരുന്നു. അച്ഛനയാളുടെ പണത്തിൽ കണ്ണു മഞ്ഞളിച്ചു എന്ന് പറയാം. പക്ഷേ അമ്മയെ അനുജത്തിയും പോലും അവർക്ക് മുന്നിലേക്ക് എന്റെ ജീവിതം വലിച്ചെറിയാൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ സർവവും തകർന്നു പോയിരുന്നു. എന്റെ കുടുംബത്തിനു വേണ്ടി മാത്രമായിരുന്നു എന്റെ ജീവിതവും തീരുമാനങ്ങളും. ഇവിടെയും ഞാൻ എതിർത്തില്ല. എല്ലാത്തിനും ഒരു മൂളലിൽ സമ്മതം അറിയിച്ച് സ്വപ്ന നാടകയെപ്പോലെ ഞാൻ നിന്നു. പിന്നീട് രാജീവിനെ ഞാൻ കണ്ടില്ല. അമ്മയെ അനുജത്തി ഇടയ്ക്ക് വീട്ടിലേക്ക് വന്നു. പാവങ്ങളാണവർ, ശുദ്ധഗതിക്കാർ. അവർക്കറിയില്ല മകന്റെ ലക്ഷ്യം എന്താണെന്ന്. രാജീവിനേക്കാൾ ഒരുപാട് ഇളയതാണ് അനുജത്തി നന്ദിനി എന്ന നന്ദൂട്ടി. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ. ഒരു സുന്ദരി കുട്ടി, പണത്തിന്റെയോ പദവിയുടെയോ ഹുങ്കില്ലാത്തവർ. അമ്മ എന്റെ അമ്മയ്ക്കൊപ്പം ഞങ്ങളുടെ കുഞ്ഞു വീടിന്റെ അടുക്കളയിലേക്ക് സഹായിക്കാൻ വന്നപ്പോൾ ആ മനസ്സ് ഞാൻ മനസ്സിലാക്കി. എന്റെ ഏട്ടൻ പാവോ ചേച്ചി. അച്ഛൻ ഞങ്ങളെ വിട്ട് പോയ ശേഷം ഏട്ടൻ ഇങ്ങനെ ദേഷ്യമൊക്കെ. എപ്പോഴും ബിസിനസ്സും തിരക്കൊക്കെയാ. എന്നാലും അമ്മയും ഞാനും എന്നൊക്കെ പറഞ്ഞ ഏട്ടനും ജീവനാ. അവളുടെ കൊച്ചു കുട്ടികളെ പോലെയുള്ള സംസാരം ഞാൻ ചിരിയോടെ കേട്ടിരുന്നു. അവൾക്കറിയില്ലല്ലോ ഏട്ടന്റെ തനി ഗുണം. ചേച്ചി എന്താ എണ്ണയെ മുടി തേക്കുന്നേ? എന്തോരം മുടിയാ. ഞാൻ കണ്ണു വെച്ചു. ചേച്ചി മോൾക്ക് എണ്ണ കാച്ചി തരാട്ടോ. കുറുമ്പോടെ അവൾ ചോദിച്ചതും അവളുടെ കവളിൽ താൻ കൈചേർത്ത് പറഞ്ഞു. വരുന്ന ആഴ്ച ക്ഷേത്രത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചടങ്ങ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അവരുടെ വീട്ടിൽ റിസപ്ഷൻ നടത്തണമെന്ന്. എല്ലാം രാജീവിന്റെ തീരുമാനമായിരിക്കുമെന്ന് ഞാൻ ഓർത്തുകൊണ്ട് മരിച്ച മനസ്സും ജീവനുള്ള ശരീരവുമായി ഞാൻ ദിവസങ്ങൾ എണ്ണി. 3 മാസം എനിക്ക് നിന്നെ ഒന്ന് വേണം. നീ അനുഭവിക്കും. അറിയും ഈ രാജീവനെ. എന്നിട്ട് പടിയിറക്കും എന്നേക്കുമായി. കല്യാണത്തലേന്ന് എനിക്കണിയാൻ സ്വർണവും പുടവയുമൊക്കെ ഔദാര്യമായി വാങ്ങി വന്ന രാജീവിന്റെ വാക്കുകൾ കേൾക്കെ എന്നിൽ ഉയർന്ന പതർച്ചയെ ഞാൻ ഒതുക്കി വെച്ചു. ഈ ഔദാര്യമൊക്കെ പണം മുടക്കി വാങ്ങിത്തന്ന് എന്നിലെ പെണ്ണിനെ ചവിട്ടി അരച്ചിട്ട് 3 മാസം പടിയിറക്കേണ്ട കാര്യമില്ലായിരുന്നു രാജീവൻ സാറേ. ഇന്നീ നിമിഷം നിങ്ങൾക്കൊപ്പം ഞാൻ വരാം. ഈ ശരീരമാണ് വേണ്ടതെങ്കിൽ എടുത്തോളൂ. ഉറച്ച ശബ്ദത്തോടെ അയാൾക്ക് മുന്നിൽ തല ഉയർത്തി ഞാൻ ചോദിച്ചതും ആ കണ്ണുകൾ കുറുക്കി. മറുപടി നൽകാതെ അയാൾ വേഗം പിന്തിരിഞ്ഞു നടന്നതും എന്റെ കണ്ണുകൾ സജ്ജലമായി. സ്വർണ്ണക്കരമുണ്ടിൽ തേജസാർന്ന രാജീവിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കി നിന്നപ്പോൾ ആ കണ്ണുകളും എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഒഴുകുന്നത് പോലെ തോന്നി എനിക്ക്. ആ താലി എന്റെ ഹൃദയത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുമ്പോഴും എന്റെ നെറുകയിൽ ചുവപ്പണിഞ്ഞ വിരലുകളുടെ തണുപ്പ് എന്നെ പൊതിയുമ്പോഴും ഇനി എന്തെന്ന ചോദ്യത്തിനു മുമ്പിൽ പകപ്പോടെ നിൽക്കാനേ എനിക്കായുള്ളൂ. കൊട്ടാര സദൃശ്യമായ ആ വീടിന്റെ പടികൾ വലതുകാൽ ചവിട്ടി ഞാൻ കയറുമ്പോൾ അർഹതും ഇല്ലെങ്കിലും അറിയാതെ ഈ ജീവിതം തകർന്നു പോകരുതെന്ന് ഞാൻ ആശിച്ചുപോയി. വേണ്ട, ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിവേഗം ചിരിയുടെ മൂടുപണം അണിഞ്ഞു. രാജീവിനെ പിന്നീട് ഞാൻ കണ്ടില്ല. എന്നെ നീചമായി ആക്രമിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാകും അയാളെന്ന് ഞാൻ ഓർത്തു. മേശയ്ക്ക് മുകളിൽ തണുത്ത് പാടകെട്ടിയ പാലുമായി അയാളെയും കാത്ത് ഞാനിരുന്നു. സമയം 12-നോടടുത്തപ്പോൾ തുറന്നിട്ട വാതിലിനരികിൽ അമ്മ വന്ന് നിന്നപ്പോൾ ആ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. മോളെ, അവനെ കാത്തിരിക്കണ്ട. ക്ഷീണം കാണും, കിടന്നോട്ടോ. ഞാൻ ചിരിയോടെ തലകുലുക്കിയതും വാതിച്ചാരി അമ്മ പുറത്തേക്ക് പോയി. കണ്ണുകൾ അടഞ്ഞു വന്നപ്പോൾ മെല്ലെ ഞാൻ തല ചായ്ച്ചു. ഇടയ്ക്കെപ്പോഴോ വാതിലിൽ ശക്തമായി തട്ടുന്ന കേട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. മുഴക്കത്തോടെ പൊട്ടിത്തെറിച്ച് എന്നിലേക്ക് വീണ വർണ്ണക്കടലാസുകൾ കാണെ ഞാൻ അമ്പരന്നു പോയി. നന്ദൂട്ടി, അമ്മ, കുട്ടിപ്പട്ടാളങ്ങൾ, അമ്മായിമാർ. ശരിയാണ്, ഇന്നെന്റെ ജന്മദിവസമാണെന്ന് ഇവരെങ്ങനെ അറിഞ്ഞു? ആദ്യ രാത്രി ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആദ്യത്തെ പെണ്ണാകി ഞാനെന്ന്. ആരോ കൗണ്ടർ അടിക്കുമ്പോഴും അറിയാതെ എന്റെ കണ്ണുകൾ ആ മുഖത്തെ ചുറ്റിനും തേടിക്കൊണ്ടിരുന്നു. ദൂരെ മാറി ഭിത്തിയിൽ ചാരി നിന്ന് ഗൗരവമാർന്ന മുഖത്തോടെ ആള് മൊബൈലിൽ കുത്തുകയാണ്. ആദ്യ കഷ്ണം മുറിച്ചതും രാജീവനരിയിലേക്ക് നടന്നു അയാൾക്ക് നേരെ നീട്ടി. ഭാവഭേദമൊന്നുമില്ലാതെ വാ തുറന്നത് കഴിച്ചപ്പോൾ
എൻ്റെ വിരലുകളിന്മേൽ ആ ചുണ്ടുകൾ മെല്ലെ മുത്തുന്ന പോലെ എനിക്ക് തോന്നി. മുറിയിലേക്കുള്ള പടികൾ കയറും മുന്നേ അമ്മ എനിക്ക് അരികിലേക്ക് വന്നു. എൻ്റെ മോനെയും ഈ കുടുംബവും മോളുടെ കയ്യിലേക്ക് തരുവാൻ ഞാൻ. ഇത്തിരി വാശിക്കാരനാ, പക്ഷേ മോള് കരുതും പോലെ വലിയ ദുഷ്ടനൊന്നും അല്ലവൻ. മോള് ജോലി ഉപേക്ഷിച്ച് പോയപ്പോഴൊക്കെ അവൻ വല്ലാതെ വിഷമിച്ചു. കാര്യങ്ങളൊക്കെ അന്ന് ഞാനും അറിഞ്ഞതാ. മോളെ വന്ന് കാണാനും സംസാരിക്കാനും എന്നെ നിർബന്ധിച്ച് ക്ഷേത്രത്തിൽ വിട്ടത് രാജീവനാ. ഒരു നിമിഷം അമ്മയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ ഞാൻ നിന്നുപോയി. സത്യത്തിൽ മോൾക്ക് പുതിയ ജോലി വാങ്ങി തന്നതും അവനാട്ടോ. അവൻ്റെ അച്ഛനെ പോലെയാ, എടുത്തുചാട്ടം വളരെ കൂടുതലാ. പക്ഷെ കണ്ണടയ്ക്കും വരെ ആ കൈവെള്ളയിൽ എന്നെ കൊണ്ടു നടന്നത്. ഇതൊക്കെ അമ്മ പറഞ്ഞത് സമയം എടുത്താലും അവനെ മോള് മനസ്സുകൊണ്ട് അംഗീകരിക്കണം. നിന്നോട് എന്തൊക്കെയോ കള്ളം പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചേക്കുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെല്ല്, പോയി മനസ്സ് തുറന്ന് സംസാരിക്കേ. അവനോടങ്ങ് ക്ഷമിച്ചേക്ക് മോളെ, പാവം ചെക്കനാ. സത്യങ്ങൾ അറിഞ്ഞ് ഒന്ന് ചലിക്കാൻ പോലും ആകാതെ നിൽക്കുന്ന എൻ്റെ കവിളിൽ പിച്ചി അമ്മയത് പറഞ്ഞതും യാന്ത്രികമായിട്ട് ഞാൻ പടികൾ കയറി. കട്ടിലിന്റെ നടുവിലായി തലയ്ക്ക് പിന്നിൽ കൈചേർത്ത് കിടക്കുന്ന രാജീവനെ ഒരു നിമിഷം ഞാൻ നോക്കി നിന്നതും എൻ്റെ ഹൃദയം വല്ലാതെ പിടഞ്ഞുലയുന്നത് ഞാനറിഞ്ഞു. എന്നെ കണ്ടതും ഒരു വശത്തേക്ക് നീങ്ങിക്കിടന്നപ്പോൾ ഞാനും അരികിലേക്ക് കിടന്നു കണ്ണുകൾ അടച്ചു. എന്തിനെന്നറിയാതെ ഇമകൾ താണ്ടി കണ്ണുനീർ കവിളുകളിൽ നനയ്ക്കുന്നത് ഞാനറിഞ്ഞു. ഡി, ഇങ്ങോട്ട് കയറി കിടക്കാൻ. കൈവിടർത്തി വെച്ച് ഗൗരവത്തോടെയാണ് പറയുന്നെങ്കിലും ആ കൺകോണിൽ വിടർന്നു നിൽക്കുന്ന കുസൃതി ചിരിയെ ഞാൻ ആദ്യമായി കാണുമായിരുന്നു. മെല്ലെ ഞാൻ ആ കൈത്തണ്ടയിലേക്ക് കവിൾ ചേർത്ത് വെച്ചത് ഇരു കൈകളാലും ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. നെറ്റിയിൽ ചേർന്ന അതരങ്ങൾ മെല്ലെ താഴ്ന്നു വന്ന് എൻ്റെ കണ്ണുകളിലും കവിളുകളിലും ഉമ്മ വെച്ചപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. പേടിച്ചു പോയോ? ചിരിയോടെയുള്ള ചോദ്യത്തിന് എൻ്റെ കവിളുകൾ കിറവോടെ വീർത്തു. അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതിന് എന്നോടങ്ങ് ക്ഷമിച്ചേക്ക് പെണ്ണേ. അന്ന് നിന്റെ കണ്ണീര് ദേ ഈ നെഞ്ചിലേക്കാ വീണത്. കാല് പിടിക്കാൻ പറഞ്ഞെങ്കിലും ആ നിമിഷം വരെ നീ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. പിന്നെ എന്നെ അടിക്കാൻ ധൈര്യം കാണിച്ചവളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. നിന്നെ ഇങ്ങനെ ഈ താലിച്ചരടിൽ കെട്ടിയിട്ട് സ്നേഹിച്ചിട്ട് നീ അടിച്ച കവളയും നിന്നെ കൊണ്ട് ഉമ്മ വെപ്പിച്ച് എൻ്റെ 5-6 പിള്ളേരെയും വെറിയിപ്പിച്ചിട്ട് പകരം വീട്ടാന്ന് കരുതി. എൻ്റെ നെറുകയിൽ തഴുകി കുസൃതി ചിരിയോടെ ആളത് പറയുമ്പോൾ കണ്ണെടുക്കാതെ ഞാൻ നോക്കിയിരുന്നു പോയി. ഇനി പറ, നിന്റെ രാജീവേട്ടനെ നിനക്കിഷ്ടമാണോ എന്ന്? ഒരു പ്രത്യേക താളത്തിൽ എന്നെ നെഞ്ചോരം ചേർത്ത് പറഞ്ഞപ്പോൾ അറിയാതെ ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. സ്നേഹത്തോടെ ആ കവളിൽ ഞാൻ എൻ്റെ ആദ്യ ചുംബനം നൽകിയപ്പോൾ പകരമായി 1000 ചുംബനങ്ങളാൽ എന്നെ മൂടുകയായിരുന്നു. ശുഭം.